ഹലോ, അപ്പം എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട്. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു 24 hours ബിഫോർ എക്സാം. രാവിലെ 7 മണിക്കൊക്കെ എണീറ്റു, ബെഡൊക്കെ സെറ്റാക്കി, അങ്ങനെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയി. അങ്ങനെ ഞാൻ സെക്കൻഡ് ടാസ്കിലോട്ട് കടന്നു. സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് ടേബിൾ എഴുതുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ എഴുതാൻ പോകുന്ന എക്സാമിന് കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറഞ്ഞൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ ടൈം ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് കുറേയൊക്കെ ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് ആ കാൽക്കുലേഷൻ്റെ സമയം നമുക്ക് കുറയ്ക്കാം. പക്ഷേ ഇൻ കേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയം നമുക്ക് പോകും. അപ്പോൾ എൻ്റെ ഒരു ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനമാണ് ഈ ടേബിൾ എഴുതുക, കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക. ടേബിളൊക്കെ എഴുതി സെറ്റായതിന് ശേഷം ഞാൻ ചായയൊക്കെ കുടിച്ച് ഒന്ന് റെഡിയാവും. എന്നിട്ട് ഞാൻ രാവിലെ ഒന്നെങ്കിൽ നടക്കാൻ പോവും, അല്ലെങ്കിൽ ജിമ്മിൽ പോവും. കാരണം ഞാൻ ഈ എക്സാം സമയത്ത് കോച്ചിങ്ങോ സ്കൂളോ ഒരിടത്തും ഞാൻ പോകാത്തതിനാൽ ഞാൻ വീട്ടിൽ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഞാൻ ഒന്നെങ്കിൽ നടക്കാൻ പോവും, അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോവും. പിന്നെ സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഇപ്പം മഴയും കൂടെയാണ്, എല്ലാവരും വെള്ളം കുടിക്കാനൊക്കെ മറന്നു പോകും. വെള്ളം കുടിക്കണം കേട്ടോ. പിന്നെ ഈ പൂവിൻ്റെ ഭംഗിയുണ്ടല്ലോ ഈ ക്യാമറയ്ക്ക് അങ്ങ് കിട്ടുന്നില്ല, നല്ല പിങ്ക് പിഞ്ചായിട്ട് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ചപ്പാത്തിയും ദാൽ കറിയായിട്ട് ഞാൻ എൻ്റെ മെയിൻ സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മാത്സ് വെച്ചാൽ, കാരണം എനിക്ക് മാത്സ് അത്ര എളുപ്പമല്ല. ഞാൻ ഡെയിലി ഒരു 50 to 75 ക്വസ്റ്റ്യൻസ് മാത്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസം 100 പോകാറുണ്ട്, പക്ഷെ ചില ദിവസം 50 തന്നെ എത്തുന്ന ഭയങ്കര പാടായിട്ട്. പണ്ട് എനിക്ക് ഈ മാത്സ് വായിച്ച് പഠിക്കുന്ന സ്വഭാവം ഉണ്ട്. എന്ന് വെച്ചാൽ ലൈക്ക് എനിക്കെല്ലാം അറിയാം, അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വായിച്ചു പോയാൽ മതി, എല്ലാം സെറ്റാകുന്ന സ്വഭാവമുണ്ട്. പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതെനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി അങ്ങനെ നോക്കിയതിൻ്റെ കാര്യമില്ല. നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പകുതിക്ക് വെച്ച് എവിടെയെങ്കിലും നിന്നു പോകും. പലപ്പോഴും എക്സാം ഹാളിൽ വെച്ച് എനിക്കിങ്ങനെ സംഭവം എന്നിട്ടോ ഈ ക്വസ്റ്റ്യൻ ഞാൻ വീട്ടിൽ വെച്ച് കണ്ടേ സൂപ്പറായിട്ട് എനിക്കൊന്ന് ചെയ്യാൻ പറ്റും, ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും പകുതി ചിക്കൻ നിന്നു, പിന്നെ ബാക്കി എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത അവസ്ഥ. പിന്നെ അതിനുശേഷം ഞാൻ ഈ വായിച്ച് പഠിക്കുന്നത് ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ഉത്തരം മനസ്സിലാക്കുന്ന സ്വഭാവം ഞാനങ്ങ് നിർത്തി. എന്നിട്ട് ഞാൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. മാത്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പകുതി സാച്ചുറേറ്റഡ് ആയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ക്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാനൊരു സിമ്പിൾ ബുക്ക് മാർക്ക് ഉണ്ടാക്കി. ഒരു ചെറിയ റെക്ടാങ്കിൾ ഷീറ്റ് പേപ്പർ എടുക്കുക, ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് ലൈൻസ് വരയ്ക്കുക, എന്നിട്ട് ഈ ഓൾട്ടർനേറ്റ് കോളംസ് ഫില്ല് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട്. എന്നിട്ട് ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന കോളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. എനിക്ക് വലിയ ഡീറ്റെയിലിംഗ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ഹാർട്ടാണ് വരച്ചത്. പക്ഷെ അത് ഓരോ കോളത്തിലും ഓരോ ഹാർട്ട് ഓരോ ഷേപ്പിലായി പോയിരുന്നത്. അത് പിന്നെ സാരമില്ല, നമുക്കല്ലേ എന്നുള്ള സെറ്റപ്പിൽ ഞാൻ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ഹാർട്ട് വരച്ച് കഴിഞ്ഞപ്പം കുറച്ച് ബ്ലാങ്ക് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഈ ഹാർട്ടിൻ്റെ അകത്ത് റെഡ് കളർ വെച്ച് ഫില്ല് ചെയ്തു. അപ്പം ലൈക്ക് ഓക്കെ ഇഷ്ടമായി. എന്നിട്ടൊരു അങ്ങനെ ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈൻസ് വരച്ചത് ബ്ലാക്ക് സ്കെച്ച് വെച്ചൊന്ന് ഔട്ട്ലൈനും കൂടെ വരച്ചു. ഞാനൊന്ന് കോൺടെംപ്ലേറ്റ് ചെയ്ത് വരയ്ക്കണോ വേണ്ടേ പിന്നെ വെച്ച് വരച്ചേക്കാം എന്ന് വരച്ചപ്പോഴത്തേക്കും വരയ്ക്കണ്ടായിരുന്നു എന്നൊരു സൈഡ് പറയുന്നു, അപ്പുറ സൈഡ് വരച്ചപ്പം കൊള്ളാം സൂപ്പർ എന്നൊരു അപ്പുറ സൈഡും പറയണം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നത്. എൻ്റെ എക്സാമിൻ്റെ തലേ ദിവസം കർക്കിടകമായിരുന്നു. അപ്പം വീട്ടിൽ സദ്യ വെച്ചായിരുന്നു. അപ്പം ലൈക്ക് ഓരോ അച്ചാർ, മാങ്ങ, ഇഞ്ചി അങ്ങനത്തെ ഓരോ ഇങ്ങനെ അസംബിൾ ചെയ്യുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജ് അങ്ങ് തീർന്നു പോയി. ഇത് കിച്ചടിയാട്ടോ, വെള്ളരിക്ക കിച്ചടിയായിരുന്നു. പിന്നെ അത് മിക്സ് ചെയ്യാൻ നല്ല ഭംഗിയൊക്കെ തോന്നിയപ്പോൾ ഞാൻ അത് വീഡിയോ എടുത്തു. പിന്നെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടായിരുന്നു. ഇതും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ ചാർജ് തീർന്നു. അതുകൊണ്ട് ഞാൻ ഫൈനൽ റിസൾട്ട് ഇവിടെ കാണിച്ചേക്കാം. പിന്നെ പായസം, ബോളി, ആ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കം മസ്റ്റല്ലേ. പക്ഷെ നമുക്ക് നാളെ പരീക്ഷ, അതുകൊണ്ട് നമുക്കത് ഇപ്പോഴത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് GK വായിച്ചു. ഞാൻ GK ഇങ്ങനെ ഉറക്കം വായിച്ചാൽ പഠിക്കാറ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ ചില സബ്ജക്റ്റ് എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് ഞാൻ ബാക്കിയുള്ളവരെ പഠിപ്പിക്കും. അപ്പോൾ എനിക്ക് കുറച്ചധികം മനസ്സിലാവുന്ന പോലെ തോന്നാറുണ്ട്. അപ്പം ഇതൊരു പ്രോ ടിപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഒട്ടും ഉറക്കം സഹിക്കാൻ വയ്യാണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചൊരു ഉപ്പുമുളക് ഇരുന്ന് കണ്ടു, പിന്നെ കിടന്ന് കണ്ടു, പിന്നെ ഉറങ്ങി. പിന്നെ എപ്പോഴാണ് അത് തീർന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഉപ്പും മുളകും ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ചായ കുടിക്കാനുള്ള സമയം. ഈ ചായ ഞാൻ നമ്മൾ എനർജി വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു ചായ കുടിച്ചു. എന്നിട്ട് ഞാൻ മഴയും നല്ല കാറ്റൊക്കെയാണ്, ഞാൻ ടെറസിൽ പോയി കുറച്ച് നേരം നിന്നു, കുറച്ച് ഫ്രഷ് എയർ കിട്ടാനായിട്ട്. ഒരു കംഫർട്ടിങ് ഫീലാണ് ടെറസിൽ പോയി നിൽക്കുന്നത്. ഈ എക്സാം സമയത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മോക്ക് എടുക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവർക്ക് സെറ്റ് ഓഫ് മോഡലുണ്ട്. ആ മോഡലിനകത്ത് നിന്നായിരിക്കും നമുക്ക് മെജോറിറ്റി ക്വസ്റ്റ്യൻസും വരിക.
അപ്പോൾ നമ്മൾ ഈ മോക്ക് എടുക്കും തോറും നമുക്ക് മനസ്സിലാവും ഈ സെറ്റിൽ നിന്ന് വരും, ഈ സെറ്റിൽ നിന്ന് വരും, നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ ഈ മോക്ക് എടുക്കുമ്പം കറക്റ്റ് ഒരു എക്സാം എഴുതുന്നതിൻ്റെ എഫക്റ്റിലാണ് നമ്മൾ ഈ മോക്ക് എടുക്കാൻ. ചിലപ്പോൾ നമ്മൾ മോക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടില്ല, പക്ഷെ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ബുക്കിൽ ആൻസർ കാണും, പക്ഷെ നമുക്ക് എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ വേണം നമ്മൾ ഈ മോക്ക് എടുക്കാനായിട്ട്. എന്നിട്ട് മോക്ക് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആൻസറിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും മറക്കത്തില്ല. അതൊരു പ്രോ ടിപ്പായിട്ട് നിങ്ങൾ എടുക്കുക. ഇപ്പം നമ്മൾ എക്സാമിൻ്റെ ടൈം ലിമിറ്റ് വയ്ക്കണം, ഇന്ന സമയത്തിനുള്ളിൽ ഇത്രയും ചെയ്ത് തീർക്കണം. കഴിഞ്ഞു ആൻസർ നോക്കി ഇത്രയും തെറ്റി ഇത്രയും മാർക്ക് കിട്ടി, ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ് പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് തെറ്റിയത് ഏതൊക്കെയാണ് അത് നമ്മൾ വീണ്ടും ഒന്നേന്ന് പഠിക്കണം. കാരണം നമുക്ക് ഈ തെറ്റിയ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് അടുത്ത എക്സാമിന് കറക്റ്റ് വരാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഈ തെറ്റിയത് ഏതൊക്കെയാണ്, അത് നമുക്ക് എന്തുകൊണ്ട് തെറ്റി, ഇത് നമുക്ക് ഇനി എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, നമുക്ക് ഇനി കുറേ പഠിക്കാനുണ്ടോ, അതൊക്കെ നോക്കണം. ബിക്കോസ് നമ്മൾ ഈ ഇഗ്നോർ ചെയ്ത് വിടുന്ന ഏതൊന്നും ചോദിക്കില്ല എന്ന് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് മെജോറിറ്റി നമുക്ക് വരാൻ പോകുന്നത്. സോ അതും ആലോചിക്ക് വയ്ക്കാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ 24 hours ബിഫോർ എക്സാം വ്ളോഗ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.